ഹലോ എവരിബഡി, രേഖയാണേ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടീനിയങ്ങൾ കണ്ടോ? ഈ അടീനിയമൊക്കെ ഞാനും വാങ്ങിയതാണ്. ആദ്യമായിട്ട് അടീനിയം വാങ്ങിയപ്പം അടീനിയം എത്തിക്കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇലയൊന്നും ഇല്ലാതെ കുറേ തണ്ടുകൾ മാത്രം. അപ്പം ഞാൻ പേടിച്ചു പോയി, എൻ്റെ അത്രയും പൈസ പോയല്ലോ, എന്താകുമെന്ന്. അത് കഴിഞ്ഞ് യൂട്യൂബല്ലേ നമ്മുടെ ഇപ്പം ഗുരുവും ദൈവവും എല്ലാം. യൂട്യൂബിൽ ഒരു 10 വീഡിയോ അടിച്ചു നോക്കി, ഹൗ ടു അടിച്ചു നോക്കിയപ്പോൾ ഐഡിയ ആയി, ഇതിനെയെല്ലാം നട്ടു. ഇപ്പം നട്ടപ്പോൾ അതിൽ ചിലർക്ക് ചുമന്ന കളറിലെ മൊട്ടുകൾ ബഡ്ഡുകൾ വന്നിരിക്കുന്നു. അപ്പോൾ ആ ചുമന്ന ബഡ് വന്നവ പൂ വിരിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും കളർ ചേഞ്ച് ഉള്ളതാണോ, സിംഗിൾ പെറ്റലാണോ, ഡബിൾ പെറ്റലാണോ എന്നൊക്കെ അറിയാൻ പറ്റൂ. ഇത് ആർക്കെങ്കിലും വേണമോ എന്നറിയാൻ ഒരു വീഡിയോയുമായി വന്നതാണ് ഇന്ന്. 160 രൂപയാണ് ഈ ബഡ് വന്ന ചുമന്ന കളറിലെ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരിക. 160 റുപ്പീസ്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. DTDCയോ സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് അയക്കുക. സെയിം പ്ലാന്റ് ആണ്. അതിലൊരു വെരിഗേഷൻ വന്നതുമുണ്ട്. ഈ കാണുന്നതാണ് റെഡ് കളർ മുട്ട് വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ ചെറിയ ചെറിയ പോട്ടുകളിലാണ് നട്ടുവെക്കുക. ഇതൊക്കെ നമുക്കിങ്ങനെ കിട്ടുന്ന ഐഡിയ, അങ്ങനെ കിട്ടിയ ഐഡിയയിൽ നിന്നാണ് ഇങ്ങനെ ചെറിയ പോട്ടുകളിലൊക്കെ നട്ടുവെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും സെയിൽ പർപ്പസ് അല്ലേ. അപ്പം നമ്മൾ വലിയ പോട്ടുകളിലൊക്കെ നടണ്ട എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഇവർ പോകുന്നവരല്ലേ. വേറെ ഏതെങ്കിലുമൊക്കെ വീടിലെ മുറ്റങ്ങളും അകത്തളങ്ങളും ഒക്കെ അലങ്കരിക്കാൻ പോകുന്നവരല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൽ തന്നെ നട്ടുവെച്ചിരിക്കുന്നത്. ഒരുപാട് ഇലകളും ബ്രാഞ്ചുകളും ഒന്നും ആയിട്ടില്ല. ഏകദേശം ഒരു വർഷത്തിൻ്റെ മുകളിലൊക്കെ ആയ പ്ലാന്റുകളായിരിക്കും. ഇതെൻ്റെ പ്ലാന്റാണ്. ഞാൻ ആദ്യം അടീനിയം വേണമെന്ന് തോന്നി വാങ്ങിയ പ്ലാന്റാണ്. ഇത് സിംഗിൾ പെറ്റലാണ്. ഇതിനെ ഇപ്പം ഞാൻ പ്രൂൺ ചെയ്ത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി, ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൂവുണ്ടായില്ല, എന്നാലേ അറിയത്തുള്ളൂ ഏത് കളർ പൂവാണെന്നൊക്കെ. അപ്പോൾ ഈ കാണുന്ന മൊട്ടായ അല്ലാത്ത പ്ലാന്റുകളുമുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു കോംബോ ആയിട്ട് ഇത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പൂവിനെ കുറിച്ചൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും നമ്പറുകളുള്ളതാണ്. എല്ലാത്തിനും ആ നമ്പർ അനുസരിച്ചുള്ള ഫ്ലവറാണ് അതിനുണ്ടാവുക എന്ന് പറഞ്ഞാണ് ഞാനിത് വാങ്ങിയത്. പക്ഷേ നമുക്കതിനൊരു 70% മാത്രമേ ഉറപ്പ് പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇത് മഞ്ഞയാണോ വെള്ളയാണോ എന്ന് പറയാത്തത്. ഇതിൽ മൊട്ട് വന്നവയാണ് ഇപ്പോൾ സെയിലിനായിട്ട് ഉള്ളത്. ഓൾറെഡി അതിൻ്റെ പ്രൈസ് പറഞ്ഞില്ലേ. അപ്പോൾ അടുത്തത് ഈ സീവീഡ് സൊല്യൂഷനാണ് ഞാനിതിനെ സ്പ്രേ ചെയ്യുന്നത്. മിറക്കിൾ ഗ്രോയും മിറക്കിൾ ഹൈ ഈൽഡ് പ്രൊമോട്ടറും ഗ്രോയും ആണ്. ഈ മൂന്നുമാണ് ഇതിന് ഞാൻ സ്പ്രേ ചെയ്യാറുള്ളത്. സാഫ് പിന്നെ എപ്പോഴും എല്ലാവരോടും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് സ്പ്രേ ചെയ്യാറുണ്ട്. ഈ സീവീഡ് ഞാനിങ്ങനെ പലയിടത്തും ഓരോരുത്തരൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്താൽ നല്ലതാണെന്ന് കേട്ടിട്ട് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെ തിരക്കിയപ്പോൾ അതിന് ഭയങ്കര വിലയായിരുന്നു. ഒരു ചെറിയ ബോട്ടിലിനൊക്കെ തന്നെ ഏകദേശം 300-നടുത്തൊക്കെയാണ് അവർ വില പറഞ്ഞത്. എത്ര മില്ലി ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പം. അത് കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ കണ്ട ഒരിടത്ത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അതിന് 100-ൽ താഴെ മാത്രമേ 100 മില്ലിക്ക് പ്രൈസ് വരുന്നുള്ളൂ. അടുത്തത് ഈ വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ കോഡെക്സ് കണ്ടാൽ തന്നെ അറിയാം. വലിയ ഒരു വർഷം 2-3 വർഷമൊക്കെ ആയതാണ്. മിനിയേച്ചർ ടൈപ്പ്. ഇതും ഏകദേശം സിംഗിൾ പെറ്റലാകാനാണ്. റെഡ് കളറാണ്. ഇതും സെയിലിനായിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ 2-3 വർഷമായ പ്ലാന്റ്, മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആയതുകൊണ്ട് ഇത് പോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വലിപ്പമുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ്. ഇതിന് പ്രൈസ് വരുന്നത് 290 രൂപ. 290 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഇതിന് നിറയെ മുട്ടുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതൊരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. വേറെ പ്ലാന്റ് ഉണ്ട്, പക്ഷേ ഫ്ലവർ ആയിട്ടില്ല. ഫ്ലവർ ആയ പ്ലാന്റുകളാണ് ഇന്നത്തെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമോ എന്നറിയാനാണ് ഈ വീഡിയോ. അടുത്തത് ഞാനാണെങ്കിൽ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു ചില്ലി റെഡ് ഫ്രീ പ്ലാന്റ് പറഞ്ഞിരുന്നു. ആർക്കും ചില്ലി റെഡ് വേണ്ടാഞ്ഞിട്ടാണോ അതോ അതിനെ വിന്നറെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറയാഞ്ഞിട്ടാണോ തമ്പനെയിലിൽ കൊടുക്കാഞ്ഞിട്ടാണോ എന്നറിഞ്ഞില്ല. വളരെ കുറച്ച് കമൻറ്റുകൾ മാത്രമേ അത് കിട്ടിയുള്ളൂ. ആ കമൻറ്റിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചില്ലി റെഡിന് അർഹയായിരിക്കുന്നത് ഷീന PK എന്ന കമൻ്റ് ഇട്ട ആളാണ്. അഡ്രസ്സ് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം. മൺഡേ ആയിരിക്കും, അടുത്ത മൺഡേ തിങ്കളാഴ്ചയായിരിക്കും പ്ലാന്റ് അയക്കുക. ഈ ചില്ലി റെഡിൻ്റെ കവർ സൈസ് പ്ലാന്റ് എപ്പോഴും എല്ലാവരും അന്വേഷിക്കാറുണ്ട്. ഈ ചില്ലി റെഡിൻ്റെയും ജുവൽ 21-ൻ്റെയും
പിന്നെ നോർമൽ വെറൈറ്റികളുടെയും കവർ സൈസ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഡബിൾ കളർ വരുന്ന വെള്ളയും പിങ്കും കൂടെ കളർ വരുന്ന ബോഗൺവില്ലയുടെയും കവർ സൈസ് പ്ലാന്റുകൾ 3 തരത്തിലെ പ്ലാന്റുകൾ കവർ സൈസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ബൾക്കായി തന്നെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു കോംബോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. അതും പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് കമൻറ്റായും ലൈക്കായും വീഡിയോ എൻ്റെ വരെ കണ്ടും സബ്സ്ക്രൈബ് ചെയ്തും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.